റിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താണ് റിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്? റിവോക്കബിൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ടേംസുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റുകൾ വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. റിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു, നിങ്ങളുടെ സേഫ്റ്റി കുറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ പ്രോസസ്സിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ബയ്യറിന് റിവോക്ക് ചെയ്യാവുന്ന, തിരിച്ചു വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, ക്യാൻസൽ ചെയ്യാവുന്ന തരത്തിലുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെയാണ് റിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഓർഡർ കൺഫേം ആയി, നമ്മുടെ പർച്ചേസ് ഓർഡർ വന്നു, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വന്നു, ഉടനെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം മുടക്കി, നമ്മുടെ ഭാര്യയുടെ ആഭരണമൊക്കെ പണയം വെച്ച് നമ്മൾ ബാങ്കിൽ നിന്നും അവിടെ ഇവിടെ ഓടിയൊക്കെ നമ്മൾ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്ത് വെക്കുന്ന ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി പ്രൊക്യൂർ ചെയ്ത് വെക്കുമ്പോൾ അവർ ആ LC ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അവർ റിവോക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആകെപ്പാടെ പെട്ടുപോകും. കാരണം നമുക്ക് ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് ലാഭകരമായിട്ട് ലോക്കൽ മാർക്കറ്റിൽ വിറ്റ് തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇല്ലാതെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റുമായിട്ട് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ ഇന്ന് വളരെ കുറഞ്ഞ പ്രൈസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ ഹ്യൂജ് ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒഴിവാക്കേണ്ട ഒരു തരം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് റിവോക്കബിൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതെല്ലാം എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ.